ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മെയിൻ സ്ട്രീം വണ്ണിൻ്റെ പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മൾ ഏറെ സ്നേഹത്തോടെ സുനിച്ചൻ എന്ന് വിളിക്കുന്ന സുനിൽ ബെർണാഡാണ്. ചേട്ടാ സ്വാഗതം. നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ത്യൻ റുപ്പി സിനിമയിൽ തിലകൻ ചേട്ടനോട് പൃഥ്വിരാജ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചേട്ടനോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. എവിടെയായിരുന്നു ഇത്രയും നാൾ? ആക്ച്വലി ഞാൻ ദുബായിലായിരുന്നു. ഞാൻ എക്കോസ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഒരു ടീമുണ്ട് എനിക്ക്. അപ്പോൾ അത് ഞാൻ 2016 സ്റ്റാർട്ട് ചെയ്ത് 2014 സ്റ്റാർട്ട് ചെയ്ത ശേഷം ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ പ്രളയം വന്നു. അപ്പം നമ്മൾ പുതിയതായിട്ട് ഓർക്കസ്ട്ര സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. അപ്പം നമുക്കൊക്കെ പ്രോഗ്രാം കുറഞ്ഞ സമയത്ത് ദുബായിൽ ഷാർജയിലുള്ള നമ്മുടെ ഒരു കസിനും ഫ്രണ്ടുമായ ജസ്റ്റിൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി എന്നെ വിളിക്കുന്നു. അങ്ങനെ ഞാനൊരു വിസിറ്റ് മിസ്സൊക്കെ ഞാനിങ്ങനെ കയറിപ്പോയതാണ്. നാട്ടിലായിരുന്നു എക്കോസ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? നാട്ടിലായിരുന്നു. നാട്ടിൽ 2016 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓണത്തിന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒരു പ്രളയമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം നമുക്ക് പ്രോഗ്രാം ഇല്ലതായി. അപ്പം മെയിൻ ആയിട്ടുള്ള ഓർക്കസ്ട്രക്കാർക്കൊക്കെ പരിപാടിയായപ്പം ഞാൻ ആകെ ടെൻഷനായിപ്പോയി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ അവിടെ നിന്ന് വന്നു. അപ്പോൾ അവിടെ ഏതോ കമ്പോസറുകാരൻ എൻ്റെ ഇല്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ 1-2 പരിപാടിക്ക് വായിക്കാൻ വേണ്ടി എന്നെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. നമുക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, സാൻഡി, ബിന്നിൽ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ അങ്ങനെ നിന്ന്. അങ്ങനെയാണോ ദുബായിക്ക് പോകുന്നത്? അങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയി അവിടെ പോയി നിന്ന് ഒരു 3 മാസം വന്ന് 3 മാസം വിസിറ്റ് മിസ്സായി. അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം അത്യാവശ്യം നമുക്ക് പരിപാടിയൊക്കെ ആയി. അപ്പോൾ അവിടെ നല്ലൊരു കളവായി. ഇപ്പം നല്ല ഈവൻറ്റിൻ്റെ പരിപാടിക്കൊക്കെ നമ്മൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ നിന്നുപോയി. അവിടെ എന്തായിരുന്നു ജോലി? ഇത് തന്നെയാണ് മ്യൂസിക് ഫീൽഡ്, കമ്പോസർ വായിക്കുന്നത്. ഞാൻ റിതം പാഡ് ഡ്രം വായിക്കുന്നുണ്ട്, റിതം പ്രോഗ്രാമറാണ്. അങ്ങനെ അവിടെ നിന്ന് നിന്ന് അപ്പോൾ അങ്ങനെ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കിപ്പം ഇങ്ങനെ പെട്ടെന്നൊരു ബ്ലോക്ക് വന്നു. ഒരു ഹാർട്ടിന് ചെറിയൊരു 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോന്നു, നാട്ടിൽ വന്നു. ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായി. അപ്പോൾ വീണ്ടും നമ്മൾ എക്കോസ് ഒന്ന് പുതുക്കി തീരുമാനിച്ചു. വേറൊരു കുപ്പിലോട്ടൊന്ന് ഒഴിച്ച് നമ്മൾ പുതിയൊരു രീതിയിൽ അങ്ങ് ഇറക്കി. അപ്പോൾ എത്ര നാളുണ്ടായിരുന്നു ദുബായിൽ? ഞാനൊരു 5-7 കൊല്ലത്തോളം ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഈ ബ്ലോക്ക് വന്നപ്പോഴാണ് നാട്ടിലേക്ക് വന്നത്. വർഷത്തിൽ അവിടേക്ക് വരുമായിരുന്നു നാട്ടിൽ. അപ്പോഴൊക്കെ എൻ്റെ ഒരു മനസ്സിൽ ഇതാണ്, നമ്മുടെ ഒരു എനിക്കിങ്ങനെ എക്കോസ് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നാട്ടിൽ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹിച്ച് നിന്ന സമയത്തൊക്കെയാണ്. പിന്നെ അങ്ങനെ ഒരു പ്രോഗ്രാം പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ പെട്ടെന്നൊരു ഭയങ്കര പെയിനൊക്കെ വന്ന് അങ്ങനെ അവിടെ നിന്ന്. അപ്പം ഞാൻ ഡോക്ടറെ പോയി കണ്ടു, സംസാരിച്ച്. അപ്പം ബ്ലോക്കാണ്. അപ്പം പിന്നെ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നു. ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ ആക്ച്വലി. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ജയപ്രാശ് ഡോക്ടറെ കാണിക്കുന്നത്. അപ്പം ഇനി തിരിച്ച് ദുബായിക്ക് പോകണില്ലാന്ന് തീരുമാനിച്ചോ? ഉടനെ പോകാനുള്ളൊരു മൂഡിലല്ല ഇപ്പം. കാര്യം നമ്മുടെ ഹെൽത്തൊക്കെ പ്രശ്നമാവുമല്ലോ. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പം ബാച്ചിലായിട്ടുള്ള ജീവിതമൊക്കെ ആകുമ്പം നമ്മൾ ഇതിൻ്റെ കറക്റ്റ് മരുന്നൊക്കെ കഴിച്ച് കറക്റ്റ് പോകണം. അപ്പം അതുകൊണ്ട് ഞാനിപ്പം നാട്ടിലാണ്. അതെ, നമ്മളുടെ പ്രേക്ഷകർക്കും സുനിച്ചൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് അറിയാനുള്ള ഒരു കാര്യമായിരുന്നു, സുനിച്ചൻ എവിടെയായിരുന്നു? കാണാനില്ലല്ലോ, വീഡിയോസ് കാണാനില്ല, എന്തുകൊണ്ട് മാറി നിന്നു എന്നൊരു ചോദ്യം. അത് അങ്ങനെ മാറുന്നതല്ല. ഞാൻ മീഡിയയിൽ ശരിക്കും പറഞ്ഞാൽ വെറുതെ അല്ല ഭാര്യ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിലാണ് ഞാൻ ആദ്യം മീഡിയ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആ ആക്ടിങ്ങിനോട് വലിയ എനിക്ക് അറിയത്തില്ല ആക്ച്വലി. എനിക്ക് ഞാൻ പറയില്ലേ, നമുക്ക് ഇതിനോടാണ് താല്പര്യം. കൊട്ടുക അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാമിങ്, ഗാനമേള, അങ്ങനത്തെ ഒരു ഫീൽഡിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ആ ഫീൽഡിലോട്ട് തന്നെ തിരഞ്ഞെടുത്ത് തന്നെ. പിന്നെ ആക്ടിങ് എനിക്ക് ഭയങ്കര പേടിയാണ്. അതാണ് പറഞ്ഞത്, പെട്ടെന്നൊരു ആക്ഷനൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ തന്നെ മാറിപ്പോകും മൊത്തത്തിൽ. എനിക്ക് ഭയങ്കര പേടിയാണ്. വെറുതെ അല്ല ഭാര്യ എന്നുള്ളൊരു ഷോയിലൂടെയാണ് സുനിച്ചൻ ആരാണ് എന്നറിഞ്ഞത്, സുനിച്ചൻ ഞങ്ങളൊക്കെ കണ്ടുവന്നതും. അപ്പോൾ ആ ഒരു ഷോയ്ക്ക് ശേഷം ആ ഒരു അത്രയും ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു എൻജോയ്മെൻറ്റ് ഇപ്പോൾ ഓർക്കുമ്പോൾ അത് മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കാലം എങ്ങനെയായിരുന്നു? അയ്യോ, അത് ഭയങ്കര രസമുള്ളൊരു കാലമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം, സീസൺ 1 കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് സീസൺ 2 പോകണമെന്ന്. എൻ്റെ ഇതല്ലായിരുന്നു. ഞാൻ പറയാം, അന്ന് ഞാൻ ഈ ഗാനമേള കളിച്ച് നടക്കുന്ന സമയമായിരുന്നു. ചേട്ടനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ആദ്യം? എനിക്ക് എന്നാ കാര്യം, പറഞ്ഞില്ല, റിയാലിറ്റി ഷോയ്ക്കകത്ത് ഇങ്ങനെ ഭർത്താക്കന്മാരായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് അതിനോട് വലിയൊരു ഇതില്ലായിരുന്നു. നമുക്ക് ഭയങ്കര ചമ്മലാണല്ലോ അന്നേ. അപ്പം അങ്ങനെ വൈഫ് ഇങ്ങനെ അതിനെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിനകത്ത് എൻട്രി ആകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഷൂട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞൊരു 10 ദിവസം അല്ല ഒരാഴ്ച ഷൂട്ടിനാണ്. അപ്പോൾ 3 ദിവസം ഷൂട്ട്, പിന്നെ അതിനൊരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. അത് ഭയങ്കര രസമായിരുന്നു. കോമഡി എന്ന് പറഞ്ഞാൽ എന്നാൽ ഫാമിലിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ഓരോരോ സ്റ്റൈലോട്ടൊക്കെ മാറി. ആ പരിപാടി കഴിഞ്ഞ് പലരും പല കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ ഞാനിപ്പോൾ അവരൊക്കെ ആയിട്ട് ഒരു കോൺടാക്ട്സ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പം നിൽക്കുന്നത്.
പിന്നെ എല്ലാവരും ഞാൻ പറയാം, ഞാൻ വീട്ടിൽ ഇരുന്നേക്ക് ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇതൊക്കെ നമ്മൾ ചെയ്തതാണോ, ചില യൂട്യൂബിലൊക്കെ ഇത് കാണുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താണല്ലോ. എത്ര വർഷമായി ഉണ്ടാവും ഇപ്പൊ അത് കഴിഞ്ഞിട്ട്? 2013 13. അപ്പം അത് ഞാൻ പറയല്ലോ, ഇപ്പം ഞാനിപ്പം എൻ്റെ പ്രോഗ്രാമിൻ്റെ വീഡിയോ ഇട്ടിട്ട് എല്ലാവരും ഇത് തന്നെ ചോദിക്കുന്നത്, സുനിച്ചൻ എവിടെയായിരുന്നു, എന്നെ ഒത്തിരി നാളായി കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അപ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മുടെ അതുപോലെ ആൾക്കാർ ഇപ്പോഴും അത് മറന്നിട്ടില്ല എന്ന്. ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. തമാശയല്ല കേട്ടോ, ഞാനത് അവരെല്ലാവരും എവിടെയായിരുന്നു ഒത്തിരി നാളായി കണ്ടിട്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. അത് നമ്മളിപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ആൾക്കാർ, അത് തന്നെ ഭയങ്കരമല്ലേ. ഈ മനഃപൂർവ്വം സോഷ്യൽ മീഡിയ നിന്ന് മാറി നിന്നതാണോ ശരിക്കും? അങ്ങനെയുള്ളതല്ല, എനിക്ക് അതിനുള്ളൊരു അവസരമില്ല. കാരണം വെച്ചാൽ ഞാനിപ്പം ദുബായ് പരിപാടിക്ക് പോയിട്ട് അവിടെ നമ്മൾ ഈവൻ്റ്, നമ്മളിപ്പം എല്ലാ വീക്കെൻഡിലും പ്രോഗ്രാം ഉണ്ട് അവിടെ. അപ്പോൾ അതിനുവേണ്ടി പാട്ടുകൾ പഠിക്കുന്നു, പ്രോഗ്രാമിന് പോകുന്നല്ലാതെ നമ്മളൊരു മീഡിയ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും അഭിനയിക്കേണ്ട ആവശ്യം വന്നാൽ മാത്രമല്ല നമുക്ക് മീഡിയയിൽ വരേണ്ട കാര്യമുള്ളൂ. ഞാനങ്ങനെ ആക്ടിങ് എനിക്ക് ഭയങ്കര പേടിയാണ്, ഒന്നാമത്തെ കാര്യം. പിന്നെ പണ്ട് ഞാൻ പറയില്ലേ, ഈ തട്ടിമുട്ടിക്കകത്ത് മഞ്ജുപിള്ള ചേച്ചിയാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു സംഭവം നീ വന്ന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച്, ചേച്ചിയുടെ നിർബന്ധം കൊണ്ട് അന്ന് ഡയറക്ടറോട് പറഞ്ഞു ഇവനൊരു ചാൻസ് കൊടുക്കാൻ പറഞ്ഞ്. അങ്ങനെ എനിക്ക് ശരിയായില്ല സംഭവം ചെയ്ത്, എനിക്കറിയാം എനിക്ക് എന്നെ കൊണ്ടത് പറ്റത്തില്ലെന്നറിയാം. അങ്ങനെ ഞാൻ പോയൊരു എപ്പിസോഡ് ചെയ്തായിരുന്നു പണ്ട് തട്ടിമുട്ടിക്കകത്ത്. അപ്പോൾ അങ്ങനെ ഒരു അവസരം നമുക്ക് പിന്നെ കിട്ടിയിട്ടുമില്ല, പിന്നെ നമ്മളതിന് ശ്രമിച്ചിട്ടുമില്ല. അതാണ് പിന്നെ മീഡിയ. പിന്നെ ഇനി ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യം എനിക്ക് വരുന്നില്ല, കാരണം നമ്മൾ അത്ര വലിയ സ്റ്റാറൊന്നും അല്ലല്ലോ. പിന്നെ നമ്മൾ ആരും ഇൻ്റർവ്യൂ ചെയ്യാൻ. പിന്നെ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു ബൈറ്റ് ഇട്ടുന്നുള്ളൂ. ഞാൻ പ്രോഗ്രാമിൻ്റെ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു ഇങ്ങനൊരു പ്രോഗ്രാം ഞാൻ തുടങ്ങുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു ബൈറ്റ്. കുറേ നാൾക്ക് ചേട്ടനെ കാണാതിരുന്നിട്ട് പെട്ടെന്ന് ഒരു പൊട്ടിത്തെറി പോലെയായിരുന്നു ഒരു സാധനം വന്നത്. ഇതുപോലെ നമ്മുടെ എക്കോസ് ഓർക്കസ്ട്ര എന്നൊരു കാര്യം ചേട്ടൻ അനൗൺസ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു വീഡിയോ കാണുന്നത് കുറേ നാൾക്ക് ശേഷം ഒരു കംബാക്ക് ആണോ അതിൻ്റെ ചേട്ടൻ? തീർച്ചയായും. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഇവിടുന്ന് 2018 നവംബറിലാണ് ഞാനിവിടെ ദുബായിക്ക് പോകുന്നത്. അന്ന് മുതൽ നമ്മുടെ മനസ്സിലുള്ള ഒരു ഏറ്റവും വലിയൊരു സ്വപ്നമാണ് നല്ലൊരു ഓർക്കസ്ട്ര. അത് നല്ലൊരു നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കുറേ പാട്ടുകൾ പാടുന്ന നല്ലൊരു ഓർക്കസ്ട്രയും നല്ല കുറേ പാട്ടുകാരും. അതെൻ്റെ ഒരു ഭയങ്കര സ്വപ്നമായിരുന്നു. അതിനുവേണ്ടി ഞാൻ പറയില്ല, ഇപ്പോഴും ഞാൻ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ ഒരു ഓർക്കസ്ട്ര കൊടുക്കുക എന്നുള്ളതാണ്. നല്ലൊരു പാട്ട് നമ്മൾ എത്രയോ ട്രൂപ്പുകളിൽ പോയി വായിച്ചേക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എത്രയോ ട്രൂപ്പിനോട് നമ്മൾ സഹകരിച്ചേക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പറയുന്ന പാട്ടുകൾ അവർ പാടത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റും അല്ല അങ്ങനെയുള്ള അവരുടെ ടീമുകളൊന്നും അവർക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല. നമുക്ക് 90s 80s പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ജീവനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ടുകൾ പാടുന്ന ഒരു ഓർക്കസ്ട്ര ഉണ്ടാക്കണമെന്ന് എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് അപ്പോൾ എല്ലാവരും കറക്റ്റ് ടൈമിന് എല്ലാവരും ഒത്തുകൂടി ഞങ്ങളൊരു ടീം സെറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്ക് കഴിഞ്ഞ ജൂലൈ 1-ാം തീയതി നമ്മുടെ ചിറ്റിപ്പുഴ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് കിട്ടി. അത് ഭംഗിയായിട്ട് ഞങ്ങൾ ചെയ്തു. അതിൻ്റെ വീഡിയോ ഒക്കെയാണ് ഞാനിപ്പം അതിൻ്റെ പുറത്ത് പോയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബൈറ്റ് ഞാനിവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഞാൻ ഒരു ബൈറ്റ് ഇട്ടതാണ്. അതാണ് ജനങ്ങൾ എല്ലാവരും ഭയങ്കര 1 മില്യന് മേളിലായി അത് വ്യൂസൊക്കെ. ഭയങ്കര സന്തോഷമുണ്ട് അത്. അപ്പോൾ എങ്ങനെയാണ് എക്കോസ് ഓർക്കസ്ട്ര എന്നൊരു പ്ലാനിങ് അല്ലെങ്കിൽ ഇങ്ങനൊരു ഐഡിയ വരുന്നത് എങ്ങനെയായിരുന്നു? അല്ല, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ 2016 ഞങ്ങളെല്ലാവരും ഒരു ഓർക്കസ്ട്ര ഇങ്ങനെ തുടങ്ങണമെന്നൊരു പ്ലാൻ ചെയ്ത ആദ്യം. അപ്പോൾ അതിനകത്ത് ഏത് പേരിടണം എന്നൊരു ഭയങ്കര ഒരു ചർച്ചയായിരുന്നു. ഞങ്ങൾ കൂട്ടത്ത് കുറച്ച് കലാകാരന്മാരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടി ഞങ്ങൾ തീരുമാനിച്ചു നല്ലൊരു പേര് വേണം. അപ്പോൾ അങ്ങനെ പേര് ചെയ്തപ്പോഴാണ് പണ്ട് 1981 കോട്ടയത്തൊരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു, എക്കോസ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് നടത്തിക്കൊണ്ടിരുന്നത് ബിനോയ് ചാക്കോയും ഷെല്ലി എന്ന് പറഞ്ഞ ഇവർ രണ്ടുപേരുമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പേരുണ്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു പേരാണ് എക്കോസ് എന്ന് പറഞ്ഞ്. അത് കോട്ടയത്ത് നമ്മൾ പണ്ട് ഉണ്ടായിരുന്ന ട്രൂപ്പാണത്, നല്ലൊരു പേരുമാണ്. അപ്പോൾ അത് ആക്ച്വലി അത് ഡെഡായി പോയെന്നോർത്ത്, അല്ലെങ്കിൽ ആ ഓർക്കസ്ട്ര ഇല്ലെന്നോർത്തിരുന്നാണ് ഞങ്ങൾ ഈ പേരിട്ടുകൊണ്ട് ഞങ്ങൾ അങ്ങ് പ്രോഗ്രാം ചെയ്തു. അപ്പോൾ പ്രോഗ്രാം ചെയ്തു പറഞ്ഞാൽ പെട്ടെന്നൊരു കോള് വന്നു എനിക്ക്. ഞാനിതുപോലെ ഷെല്ലിയാണ് വിളിക്കുന്നത്, ഞങ്ങളുടെ ഓഫീസ് വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാനും പേടിച്ചു പോയി. ഇവരുടെയാണ് ഞാൻ പിന്നീട് അറിഞ്ഞായിരുന്നു. ഞാൻ ഓഫീസിൽ ചെന്നപ്പം ഇങ്ങനെ ഷെല്ലി ചേട്ടനുണ്ട്, ബിനോയ് ചേട്ടനുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും നിൽപ്പുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾക്കിത് ആരാണ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു പേരുണ്ടെന്ന് അറിയാം. അപ്പം അത് ഓർക്കസ്ട്ര അത് ഇപ്പം ആരും എടുക്കുന്നില്ല, പണ്ടത്തെ ഒരു ഓർക്കസ്ട്രയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് നിങ്ങളത് ഭംഗിയായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെടുത്തോ, നിങ്ങൾ നടത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇത് 2016 അങ്ങനെ അവർ നമുക്ക് തന്നതാണ് അത് നിങ്ങൾ നടത്തിക്കോളാൻ പറഞ്ഞു. അതായത് എൻ്റെ ചേട്ടന്മാരൊക്കെ ഫ്രണ്ട്സാണ് അവരൊക്കെ. അപ്പം അങ്ങനെ ഉള്ള സ്നേഹം കൊണ്ട് എനിക്ക് തന്നതാണ് അവർ. അപ്പം ഞാനിത്
അപ്പോൾ അത് നമ്മളത് അത്ര ഭംഗിയായിട്ട് നമ്മൾ നോക്കണ്ടേ. അന്നത്തെ കാലത്ത് കോട്ടയത്ത് നിന്നൊന്നും ആർട്ടിസ്റ്റുകളെ കിട്ടത്തില്ലായിരുന്നു. ഇവർ തുടങ്ങിയ സമയത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഇവർ തുടങ്ങിയത്. അന്ന് എറണാകുളത്ത് തേട്ടിനേടി വായിച്ചുകൊണ്ടിരുന്നത് ജാക്സൺ ചേട്ടനൊക്കെയാണ് വായിക്കുന്നത്, കീബോർഡ് വായിക്കുന്നത്. അന്നൊന്നും കോട്ടയംകാരും അന്ന് അന്ന് ഇവരെ അടുപ്പിക്കത്തില്ല. പക്ഷേ ഇവർ രണ്ടുപേരും പിള്ളേരാണ്. അങ്ങനെ വായിച്ച് ഇവർ ആർട്ടിസ്റ്റുകളൊക്കെ കൂട്ടി. പിന്നെ കോട്ടയത്തെ നമ്പർ 1 ആയിട്ടുള്ള വയലിൻ ജേക്കബേട്ടൻ മ്യൂസിക് ഡയറക്ടർ, പിന്നെ ബെന്നി ജോൺസൺ, പിന്നെ അങ്ങനെ ഫ്ലൂട്ട് സണ്ണി പാപ്പി, അങ്ങനെ അവരൊക്കെ അതിനകത്ത് വായിച്ചു. ജയ്ഗുഡ് സാമൽ ഡ്രം, അങ്ങനെ ഒത്തിരി കലാകാരന്മാർ, കോട്ടയം ആലിസ് ചേച്ചി, കോട്ടയം വില്യംസ് ചേട്ടൻ, അങ്ങനെ ഒത്തിരി പേരൊക്കെ അതിനകത്ത് പാടി. അവർ ഭയങ്കര സെറ്റപ്പ് ഉണ്ടായിരുന്നൊരു ഓർക്കസ്ട്രയാണ് ആക്ച്വലി അത്. അതാണിപ്പോൾ നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതൊരു ഒട്ടും നമ്മൾ എന്നാ പറയുന്നത്, അവർ അന്ന് നടത്തിയ പോലെ തന്നെ നല്ല വൃത്തിയായിട്ടാണ് നമ്മളിപ്പോഴും അത് നടത്തുന്നത്. അതൊരു സന്തോഷമുണ്ട് എനിക്ക്. ഈ ശരിക്കും പറഞ്ഞാൽ 2016 ഈ ഒരു സംഭവം തുടങ്ങി വെച്ചിട്ട് ഇത്രയും വർഷങ്ങൾ കാത്തിരുന്നിട്ട് ഇപ്പോഴാണ് അതൊന്ന് സക്സസ് ആയി, അങ്ങനെയാണോ? തീർച്ചയായും. ഞാൻ പറയില്ല, അന്ന് നമ്മൾ തുടങ്ങിയ സമയത്ത്, ഞങ്ങൾ 2016 തുടങ്ങിയ സമയത്ത് ഓണത്തിന് തുടങ്ങുന്നത്. അപ്പോൾ അന്ന് കുറേ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ ചെയ്തു. അപ്പോൾ അതൊന്ന് സെറ്റായി വന്ന സമയത്താണ് ഈ പ്രളയം വന്നത്. അതോടുകൂടി നമ്മൾ എല്ലാവരും മെയിൻ ടീമിനെയൊക്കെ എല്ലാവരും ബുക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ നമുക്ക് പ്രോഗ്രാം ഇല്ലാതായി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരും പല പല വഴിക്ക്. അപ്പോൾ ഞാൻ തന്നെ പറയണം, ഇനി പെട്ടെന്ന് നമുക്കിതൊന്നും ഡെവലപ്പ് ചെയ്ത് വരാൻ വലിയ പാടാണ്. ഇനി ഇപ്പം നമ്മൾ ബുക്ക് ചെയ്ത 3-4 പരിപാടി അവർ പൈസ അഡ്വാൻസ് ഒക്കെ മേടിക്കുക, അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നമ്മളാകെ തളർന്നു പോയി. നമ്മളൊന്നും ഒന്ന് കൈ പിടിച്ച് ഉയർത്താനോ അല്ലെങ്കിൽ ഒന്ന് ബാക്കി ഒന്നും ചെയ്യാനൊന്നും ആരുമില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും പല വഴിക്കായി പോയപ്പോഴാണ് എനിക്കിങ്ങനെ നമ്മുടെ കസിന് ജസ്റ്റിനിങ്ങനെ എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ദുബായിക്ക് പോയതാണ്. അപ്പം മുതൽ നമ്മുടെ മനസ്സിൽ ഇതാണ് നമ്മളെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നൊരു നമ്മുടെ സ്വപ്നമാണത്. ഇപ്പം നിലവിൽ ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം എത്ര ആൾക്കാരുണ്ട് മൊത്തത്തിൽ? ഞങ്ങൾ 12 പീസ് ഓർക്കസ്ട്രക്കാരാണ്. 2 കീബോർഡ്, 1 ഫ്ലൂട്ട്, 3 ഗിറ്റാറ്, ഡ്രം, പെർക്കഷൻ, 3 തബല. ഇത്രയും പേരാണ്. പിന്നെ 7 സിംഗേഴ്സുണ്ട്. എല്ലാം നല്ല പാട്ടുകാരൊക്കെ. കാരണം വെച്ചാൽ അതുവരെ ആരും വേറെ ട്രൂപ്പുകളിലൊന്നും ഇതുവരെ കയറാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ ട്രൂപ്പുകളൊക്കെ പോകുള്ളൂ. ബാക്കി എല്ലാവരും ഫ്രഷ് പീസാണ്. ചേട്ടൻ പാട്ടുകാരനാണോ? അയ്യോ ഇല്ല. ഞാൻ എൻ്റെ ഈ എക്കോസിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് എന്നെപ്പോലെ തന്നെ ഇങ്ങനെ കഷണ്ടി ഉള്ളൊരു പാട്ടുകാരുണ്ട് ഞങ്ങളുടെ, അഭിലാഷ് എന്ന് പറഞ്ഞ്. പുള്ളിക്കാരൻ പാടിയിട്ട് അതിൻ്റെ ബാക്കിൽ കമൻറ്റ് കാണണം, അയ്യോ സുനിച്ചൻ ഇതുപോലെ പാടുമോ, അയ്യോ സുനിച്ചൻ എന്നാ പാട്ടാണ്. അപ്പം അതിനകത്തൊരു ചേച്ചി ചോദിച്ചിരിക്കുക, സുനിച്ചൻ ഹരിമുരളി ഒന്ന് പാടിയിടണോ, ഞാൻ എവിടെ നിന്നെടുത്ത് പാടാനായത്. സത്യമായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു, ഞാനിത് എങ്ങനെ പാടുമെന്നൊക്കെ ആലോചിച്ചു. ഒത്തിരി കമൻറ്റ് ഉണ്ടായിരുന്നു, സുനിച്ചനാണോ പാടിയോ, ഇയാൾ പാട്ടുകാരനായിരുന്നോ, അങ്ങനെ ഒത്തിരി കമൻറ്റ് ഞാൻ കണ്ടു. അങ്ങനെ വിചാരിച്ചിട്ടാണ് വന്നത്, 2 പാട്ടൊക്കെ പഠിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. ഇല്ല, ഞാൻ കമ്പോസർ വായിക്കുന്നത് മാത്രമല്ല, ഈ പാട്ട് നമ്മൾ മൂളത്ത് പോലും ഇല്ല ഞാൻ. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഇതിനകത്ത് തന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഇനി എന്താണ് നമ്മുടെ എക്കോസ് ഓർക്കസ്ട്രയുടെ നെക്സ്റ്റ് പ്ലാൻ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് മുന്നോട്ടുള്ള? എക്കോസിൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഓഗസ്റ്റ് 21-ാം തീയതി കോട്ടയം നഗരസഭയും ഞങ്ങളും എക്കോസ് ഓർക്കസ്ട്രയും കൂടി നമ്മുടെ മരിച്ചുപോയ ജാനകി അമ്മയുടെ കുറച്ച് പാട്ടുകൾ, ഒരു 10-20 പാട്ടുകൾ, മെലഡി, അപ്പോൾ അതിൻ്റെ ഒരു പരിപാടി. അപ്പോൾ അതിനൊരു പേര് ഇട്ടിട്ടുണ്ട്, മൗനം പോലും മധുരം. അങ്ങനൊരു പരിപാടിയാണ്. ജാനകി അമ്മയുടെ പാട്ടുകൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം ഈ ഓഗസ്റ്റ് 21-ാം തീയതി ഞങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് പറയാൻ കാരണം വെച്ചാൽ ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ കോട്ടയം നഗരസഭയിലെ അധ്യക്ഷൻ സന്തോഷ് കുമാർ സാറ് ഞങ്ങളെ വിളിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനൊരു പരിപാടി നമുക്ക് ചെയ്യണം, അവരുടെ ഓണാഘോഷ പരിപാടിയാണ്, അപ്പോൾ ഇങ്ങനൊരു എക്കോസ് ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 21-ാം തീയതി ചെയ്യുകയാണ്. അതാണ് അടുത്ത പരിപാടി. പിന്നെ ഈ ഓണത്തിന് കുറച്ച് പരിപാടികളുണ്ട്, 27, 28, 29 അങ്ങനെ കുറേ ഡേറ്റ്സൊക്കെ നമ്മൾ അത്യാവശ്യം പ്രോഗ്രാമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുന്നോട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻ ഞങ്ങൾക്ക് നമ്മുടെ പിന്നണി ഗായകർക്കൊക്കെ ഓർക്കസ്ട്ര കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ. അപ്പോൾ അതിന് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇനി ഇവരെല്ലാം ഒന്ന് കോൺടാക്ട് ചെയ്യണം, ഞങ്ങൾക്കൊരു അവസരം തരണം. ഞങ്ങൾ ഓർക്കസ്ട്ര അപ്പം എല്ലായിടത്തും ഉണ്ട്, ട്രിവാൻഡ്രത്ത് ഒരു ടീമുകളുണ്ട്, എറണാകുളത്തുണ്ട്, കോഴിക്കോടുണ്ട്, എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലുണ്ട് ഓർക്കസ്ട്ര ടീമുണ്ട്. അപ്പോൾ ഞങ്ങളെയും ഈ കൂട്ടത്തിലൊന്ന് പരിഗണിക്കണം. അപ്പം നമ്മുടെ പിള്ളേരല്ല കേട്ടോ, ചേട്ടന്മാർ എൻ്റെ കൂടെ ഉള്ളത്, അവർക്കും ഞങ്ങൾക്കൊരു ഓർക്കസ്ട്ര തരണം. ഞങ്ങൾ അങ്ങനെ വായിക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഡ്രീം. അതാണ് ഏറ്റവും വലിയ ഡ്രീം. അപ്പോൾ നേരത്തെ പറഞ്ഞു ചേട്ടൻ പാട്ടുകാരനല്ല, എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ഇത്രയും സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് അവസാനമായിട്ട് വൈൻഡപ്പിലൂടെ ഒരു പാട്ട് പാടിത്തരാമോ? അങ്ങനെ ഒരു പാട്ടുകാരൻ, സത്യമായിട്ടും പാട്ടുകാരനല്ല ഞാൻ. പാട്ടോടൊരു കലാവാസന ഉള്ള ആളാണല്ലോ, സോ ഒരു 2 മൂളിപ്പാട്ട് പാടാൻ യാതൊരു വിധ പ്രശ്നമില്ല. ഞാൻ അറിയാവുന്ന പാട്ടെന്ന് പറഞ്ഞാൽ
എളുപ്പം രണ്ടുപേരും മതി ചേട്ടാ. ഹരിമുരളിയാണ് എനിക്ക് എളുപ്പം പാടാൻ. അയ്യോ, നമ്മളൊക്കെ എണീറ്റ് പോവേണ്ടി വരും. അല്ല ഞാൻ പാടി അത് കുളമാവും, അതാ പറഞ്ഞത്. എനിക്ക് അത്ര ഒന്നും പാടാൻ അറിയത്തില്ല, അതാ. ഓക്കെ, അപ്പൊ ശരി. എനിവേ ഒരുപാട് സന്തോഷം ഇത്രയും നേരം Okay, ടൈം thank സ്പെൻഡ് you. ചെയ്തതിൽ. അതുപോലെ ചേട്ടന്റെ എക്കോസ് ഓർക്കസ്ട്ര ലോകം അറിയുന്ന എല്ലാവരും അറിഞ്ഞ ഒരുപാട് പ്രോഗ്രാം കിട്ടട്ടെ, എനിക്കും അത് കാണാൻ പറ്റട്ടെ ആയിക്കോട്ടെ. എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എന്നും സ്നേഹത്തോടെ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു.